പ്രിയമുള്ളവരെ, വയനാട് ജില്ലയിലെ മുപ്പൈനാട് പഞ്ചായത്തിലെ വാളത്തൂർ ചീരമട്ടം, അതായത് ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനത്താണ് എൻ്റെ പുറകിലുള്ള ഈ ഒരു മനോഹരമായ പാറയും അതിന് മുകളിൽ മനോഹരമായ സസ്യജാലങ്ങളുള്ള തികച്ചും റെഡ് സോണിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രകൃതിയാണ് ഈ ഭാഗത്തുള്ളത്. ഈ പാറ കാണുന്ന ആളുകൾക്ക് തന്നെ അറിയാം, ഒരു തരത്തിലും പൊട്ടിക്കാൻ പാടില്ലാത്ത പാറയാണ്. ആ പാറ പൊട്ടിക്കാൻ നിലവിൽ അനുമതി ലഭിച്ചിരിക്കുന്നു. ഈ മുപ്പൈനാട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു. അതേക്കുറിച്ച് പഞ്ചായത്ത് സമയബന്ധിതമായിട്ട് കാരണം പറഞ്ഞുകൊണ്ട് തള്ളി. ഒരു കോടതിയിൽ പോയാലും അനുമതി കിട്ടാത്ത രൂപത്തിൽ തള്ളേണ്ട ജനങ്ങളുടെ പ്രതിനിധിയായികളായി പ്രവർത്തിക്കേണ്ട ആളുകളാണ് ഈ മുപ്പൈനാട് പഞ്ചായത്തിലെ ഭരണസമിതി. ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ആ ഫയലിന് മുകളിൽ അടവെച്ചിരിക്കുകയും അങ്ങനെ അത് ഡീംഡായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ടുള്ളൊരു അനുമതിയായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. പിന്നീട് കലക്ടർ അത് തള്ളിയതെങ്കിലും ഇതൊക്കെ ഒരു ഒത്തുകളിയിലൂടെയാണ് കാര്യങ്ങൾ പോയത്. പഞ്ചായത്ത് ഫയൽ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു. സമയബന്ധിതമായിട്ട് കൃത്യമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പാലക്കാട് ജില്ലയിൽ പെപ്സിക്കോളക്കെതിരെ അവിടുത്തെ പെരുമാട്ടിയിലെ പഞ്ചായത്ത് കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് ഒരു തരത്തിലും കിട്ടാത്ത രൂപത്തിൽ നിലപാടെടുത്തപ്പോൾ ഇപ്പോൾ കമ്പനി തന്നെ പൂട്ടി. ബഹുരാഷ്ട്ര കുത്തക കമ്പനി ലോകത്തൊരു സ്ഥലത്ത് പൂട്ടിയത് പഞ്ചായത്ത് കൃത്യമായ നിലപാടെടുത്തുകൊണ്ടാണ്. അത്തരമൊരു നിലപാടാണ് മുപ്പൈനാട് പഞ്ചായത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് 200ഓളം വീടുകൾ ഇതിൻ്റെ മുകളിലുണ്ട്. ഇതിൻ്റെ കേവലം 43 മീറ്റർ അടുത്ത് ഒരു വീടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ദുരന്തമുണ്ടായ പുത്തുവയലിലേക്ക് ആകാശ ദൂരം 1 കിലോമീറ്ററേ ഉള്ളൂ. കവളപ്പാറയിലേക്ക് 2 കിലോമീറ്ററേ ഉള്ളൂ. അത്രയ്ക്ക് പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശമാണിത്. എന്തും സംഭവിക്കാവുന്ന, ദുരന്തം സംഭവിക്കാവുന്ന ഒരു സാഹചര്യമുള്ള പ്രദേശമാണ് ഇത്. ഇവിടെ ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ, ഈ പ്രകൃതിയെ, ജനങ്ങളും പ്രകൃതിയും അത് സംരക്ഷിക്കാൻ ഇവിടെ ഇതൊക്കെ പൊട്ടിച്ച് താഴെ, ഈ പാറ താഴേക്കാണുള്ളത്, ഈ മല മുഴുവൻ ഇടിച്ച് നിരത്തിയാൽ വലിയൊരു ദുരന്തമാണ് കാത്തിരിക്കുന്നത്. അവിടെയാണ് കോടതിയെ കാര്യങ്ങൾ വേണ്ട രൂപത്തിൽ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ബോധ്യപ്പെടുത്താത്തത് കൊണ്ട് ഇതിന് അനുമതി വാങ്ങുകയും ഇവിടത്തേക്ക് റോഡ് വെട്ടിയിരിക്കുന്നു. പാറ പൊട്ടിക്കാൻ തുടങ്ങിയാൽ എല്ലാം നഷ്ടപ്പെടും. ചാലിയാറിലേക്കുള്ള പ്രഭവസ്ഥാനം തന്നെ നഷ്ടപ്പെടും. ഈ ഭൂമിയുടെ ഘടന മാറും. അപ്പോൾ അവിടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഈ ക്വാറി മാഫിയെ, ഈ പാവപ്പെട്ട ഇതിനെതിരായി സമരം ചെയ്യുന്ന ആളുകൾക്ക്, ഇവിടുത്തെ നിവാസികൾ സാധാരണക്കാരായ ആളുകളാണ്, അവരുടെ ചെറിയ വീട് പോലും ഈ വഴിക്ക് പണി നിർത്തി വെച്ചിരിക്കുക. റെഡ് സോഡാണ്, പെർമിറ്റ് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാതി വഴിക്ക് നിർത്തി വെച്ചിരിക്കുക. ഇവിടെ വീടുകൾക്ക് പ്ലാൻ കൊടുക്കുന്നില്ല. അപ്പോഴാണ് ഈ ക്വാറി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അനുമതി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഈ ജനങ്ങളുടെ പ്രക്ഷോഭം, ഈ പ്രതിഷേധം അറിഞ്ഞുകൊണ്ടാണ് ഞാനും ഇവിടെ വന്നത്. ഇതിന് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ഇതിനെ സഹായിക്കാൻ പറ്റും അതൊക്കെ ഞങ്ങളുടെ പ്രസ്ഥാനം, RJD, ഞങ്ങളുടെ പാർട്ടി വ്യക്തിപരമായി എല്ലാം തന്നെ ഇത് സമരത്തിൻ്റെ കൂടെ ഉണ്ടാവും. ഇതിനെല്ലാ പിന്തുണയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഒരു ക്വാറി എന്ന് പറയുന്നത് മുപ്പൈനാട് പഞ്ചായത്തിലെ വാളത്തൂർ ചീരമട്ടം പ്രദേശമാണ്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, വയനാട് DDMA റെഡ് സോണായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. രണ്ടാമത്തത്, ഈ പ്രദേശം ജനവാസ മേഖലയാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പഞ്ചായത്ത് എടുത്ത നിലപാട് ഏറ്റവും മോശമായ ജനവിരുദ്ധമായൊരു നിലപാടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 4.5 വർഷമായിട്ട് ജനങ്ങൾ ഇതിനെതിരെയുള്ള പ്രക്ഷോഭത്തിലാണ്. കാരണം ഇവിടെ ഒരു സമയത്ത് പഞ്ചായത്ത് ഇത് ഞങ്ങൾക്കൊന്നും അറിയില്ല, സെക്രട്ടറിയുടെ ഏകാധിപത്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ കൈയൊഴിഞ്ഞിരുന്നത്. അന്ന് സെക്രട്ടറി നമ്മൾ ചോദ്യം ചെയ്തതാണ്. അപ്പോൾ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾക്ക് നിയമപ്രകാരമുള്ള 7ഓളം സർട്ടിഫിക്കറ്റുമായി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് പെർമിഷൻ കൊടുക്കുകയല്ല, നിവൃത്തില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ 43 മീറ്ററിൽ വീടുണ്ടായിരിക്കുകയും 65 മുതൽ 88 ഡിഗ്രി വരെ ചെരിഞ്ഞ് ഒരു കുന്നായിരിക്കുകയും അതുപോലെ ജനവാസ മേഖലയുമായിരിക്കെ ഒരു ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം കൂടി ആയിരിക്കെ ഈ ഒരു സ്ഥലത്ത് ഇത്തരം ഒരു ക്വാറി ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ആ കാരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പഞ്ചായത്തിന് തടയാവുന്നതായിരുന്നു. ഈ ആനടിക്കാപ്പ് വാളത്തൂർ ഈ കോളനിയിലേക്കുള്ള റോഡാണിത്. ഈ പ്രദേശത്തുനിന്ന് അങ്ങോട്ട് വീടുകളില്ല, സാധാരണ ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ല. നേരത്തെ ഇവിടെ ഒരു ചെറിയ, ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പിക്കപ്പ് വാനും അത്യാവശ്യ സാധനങ്ങളും പോകുന്ന ഒരു ചെറിയ പാലം ഇവിടെ ഉണ്ടായിരുന്നു. അത് പൊളിച്ചിട്ടാണ് ജനവാസമില്ലാത്ത പ്രദേശത്തേക്ക് ഈ പാലം 7 ലക്ഷം റുപ്യ ചെലവഴിച്ചുകൊണ്ട് ഈ മുപ്പൈനാട് പഞ്ചായത്ത് നിർമ്മിച്ച് ഈ പാലത്തിൻ്റെ നിർമ്മാണം കണ്ടറിയാം. ഇത് ക്വാറിയിൽ നിന്ന് ബോളർ കല്ല് കയറ്റിക്കൊണ്ടുപോകാൻ, വലിയ ഭാരം കൂടിയ ലോറിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പാലം, ഈ ചെറിയ പാലം നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. തന്നെയല്ല, ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക, ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ക്വാറിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ സമ്മാനമാണ്.
അപ്പോൾ ഈ പാലത്തിൻ്റെ പണം ക്വാറി ഉടമയിൽ നിന്ന് പഞ്ചായത്ത് ഭരണസമിതിയിൽ ആരോ വാങ്ങിയിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണമാണ് വേണ്ടത്. ഉത്തരവാദപ്പെട്ട വിജിലൻസ് സംവിധാനത്തിന് ഇവിടുത്തെ ജനങ്ങൾ പരാതി കൊടുക്കണം. അതിനെല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കാരണം ഇത് കണ്ടറിയാം, ജനങ്ങളില്ലാത്ത ഭാഗത്തേക്ക് ഇത്രയും കട്ടി കൂടിയ ഇത്രയും ശക്തിയുള്ള പാലുണ്ടാക്കിയത് ക്വാറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്വാറി ഉടമ പഞ്ചായത്തിന് വേണ്ട രൂപത്തിൽ സ്വാധീനിച്ചുകൊണ്ട് അല്ലാതെ ഇങ്ങനൊരു പാലുണ്ടാക്കാനുള്ള ഒരു സാധ്യതയില്ല. ഇതേക്കുറിച്ച് വേണ്ടത് ഒരു വിജിലൻസ് അന്വേഷണമാണ്. അതേക്കുറിച്ച് ഗൗരവമായിട്ട് ഇടപെടും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് താഴെയുള്ള പാറയുടെ നേരെ മുകളിലാണ്. ഇത്രയും മനോഹരമായ ഒരു പ്രദേശം, ഈ പ്രദേശത്തിൻ്റെ ഈ പരിസ്ഥിതി ലോലമായ പ്രദേശത്തിൽ ഈ പാറയുടെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ 43 മീറ്റർ അകലെ താഴെ ഒരു വീട്, ഇവിടെ ഒരു വീടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് 200ഓളം വീടുകൾ, വളരെ പാവപ്പെട്ട 200ഓളം ആളുകളാണ് ഈ കുന്നിൻ്റെ മുകളിൽ താമസിക്കുന്നത്. ഇതിൻ്റെ താഴെ തുറക്കാനാണ് ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷനായ ജില്ലാ കലക്ടർ ഇതിന് അനുകൂലമായ നിലപാടെടുക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇതിൻ്റെ താഴെയാണ് ഒരു ക്വാറിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. ഈ ക്വാറിക്കാണ് ബന്ധപ്പെട്ട പരിശോധനകളില്ലാതെ കോടതികളിൽ നിന്ന് അനുമതികൾ ലഭിക്കുന്നത്. ഇതിനൊക്കെ തന്നെ ഒത്തുകളികളുണ്ട്. ഇതിനെതിരായിട്ട്, ഈ ക്വാറിക്കെതിരായിട്ട് നിലപാടെടുത്തുകൊണ്ട് കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഗ്രാമപഞ്ചായത്തും ഉദ്യോഗസ്ഥരും ഈ ക്വാറി ഉടമക്കാണ് സംരക്ഷണം കൊടുക്കുന്നത്. ഈ ജില്ലയുടെ ബഹുമാനപ്പെട്ട കലക്ടർക്കും ഈ മുപ്പൈനാട് ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഭരണസമിതിയോട് ഒരു മുന്നറിയിപ്പ് തരാനുള്ളത്, ഈ പ്രദേശത്ത് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഈ ക്വാറി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ക്രിമിനൽ കേസിൽ പ്രതിയാക്കിക്കൊണ്ട് എല്ലാ നടപടിയും സ്വീകരിക്കാൻ ഞങ്ങളൊക്കെ മുന്നോട്ട് വരും. ഇപ്പോൾ തന്നെ ഇത് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണം. ആളുകൾ ഇടിഞ്ഞ് പുത്തുമലയിലും അതേപോലെ തന്നെ അപ്പുറത്തുള്ള കവളപ്പാറയിലും ആളുകൾ മണ്ണിനടിയിൽ പെട്ടതുപോലെ, കഴിഞ്ഞ ദിവസം അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കർണാടകയിൽ മണ്ണിനടിയിൽ പെട്ടതുപോലെ ദുരന്തമുണ്ടായതിനു ശേഷം എന്തെങ്കിലും സംരക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല. ദുരന്തം തടയുകയാണ് വേണ്ടത്. ഇവിടെ ദുരന്തത്തെ മാടി വിളിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ വയനാട്ടിലെ മുപ്പൈനാട്ടിൽ കാണുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ഈ ജനങ്ങളുടെ ജീവൻ, പാവപ്പെട്ട ജനങ്ങൾ, അവർക്ക് കോടതിയിൽ പോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകളാണ്. ഇവിടെ മറുഭാഗത്ത് വലിയൊരു ക്വാറി മുതലാളിയാണ്. അദ്ദേഹം തീറ്റിപ്പോറ്റുന്ന ഭരണ സംവിധാനങ്ങളാണ്. അതിനെതിരെ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. തീർച്ചയായും അത് ചെയ്തിരിക്കും. വരും നാളുകളിൽ ഇതിൽ സജീവമായി ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇടപെടും. ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നടക്കുന്ന ഒരു സമരത്തിന് എല്ലാവരും അവഗണിക്കുമ്പോഴും ബഹുമാനപ്പെട്ട സലീം മടവൂരിനെ പോലെയുള്ള ഒരു ആക്ടിവിസ്റ്റ് ഈ വിഷയത്തിൽ താല്പര്യമെടുക്കുകയും ഇവിടുത്തെ എല്ലാ പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ട് ഈ കുന്നും മലയും കയറി ഇറങ്ങി ഞങ്ങളുടെ ദുരന്തം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഞങ്ങൾക്ക് സർവ്വവിധ പിന്തുണയും അർപ്പിച്ച അദ്ദേഹത്തെ ഹാർദവമായി നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ ഈ രാജ്യത്തെ ആക്ടിവിസ്റ്റുകൾ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.